ഇന്നലെ നമ്മൾ പറമ്പിൽ നിന്ന് കിട്ടിയ കൂണ് കറി വെച്ചു. അപ്പോൾ ഇന്ന് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിയ കൂണ് കറി വെക്കാം. കറക്റ്റ് വീഡിയോ എടുക്കാൻ നിൽക്കുന്ന ടൈമിൽ തന്നെ കറണ്ട് പോയി. ഇപ്പോൾ പിന്നെ പവർ കട്ടിൻ്റെ കാലഘട്ടമാണല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതലൊന്നും ആലോചിക്കുന്നില്ല. ഒരു ഫ്ലാഷ് മീറ്റിംഗ് വന്നു. ഞാൻ വെക്കണ കറി ആയതുകൊണ്ടാണോ അതോ വീട്ടുകാർക്കാർക്കും ശരിക്കും വേണ്ടാത്തതുകൊണ്ടാണോ എന്നറിയില്ല. നിനക്ക് മാത്രം ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ കുറച്ചെടുത്താൽ മതിയല്ലോ. അങ്ങനെ കുറച്ചെടുത്ത് കൂണ് ചെറുതാക്കി അരിയാ കേട്ടോ. എനിക്ക് അതിനെ വലിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ ചെറുതാക്കി അരിയാ. അതിൻ്റെ ഇടയിൽ കറണ്ട് പോയി വന്ന് കളിക്കാനുണ്ട്. ഇന്നാണെങ്കിൽ ജലദോഷം പിടിച്ച് നല്ല അടിപൊളിയായി നിൽക്കുന്നു. സാധാരണ എല്ലാവരും വയ്യാഞ്ഞാൽ അടുക്കള കയറാതിരിക്കുക ചെയ്യുക. പക്ഷേ ഞാൻ നേരെ തിരിച്ചാ. വയ്യാഞ്ഞാൽ അപ്പം അടുക്കള കയറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. അങ്ങനെ മഞ്ഞപ്പൊടി ഇട്ട് കുറച്ച് നേരം കൂണിതാ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു. ഞാൻ അതിനുശേഷം അതിന് വെള്ളമൊക്കെ ഒഴിവാക്കി നന്നായി പിഴിഞ്ഞെടുക്കുകയാണ്. എനിക്ക് കറിയുടെ കറക്റ്റ് റെസിപ്പി ഒന്നും അറിയില്ല. പക്ഷേ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ എന്തൊക്കെയൊക്കെയോ കാട്ടിക്കൂട്ടാണ്. എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ച് ആർഭാടാക്കണ്ട. ആർഭാടാക്കി അത്ര രസം ഉണ്ടാവില്ല. എന്നാൽ പിന്നെ ഇത്തിരി മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഇത്തിരി മല്ലിപ്പൊടിയും കൂടി ഇട്ട് കറി ഉണ്ടാക്കാൻ വിചാരിച്ചു. പിന്നെ ലേശം ഉപ്പും. ആദ്യം ഞാൻ വിചാരിച്ചു കൂണ് പൊരിക്കാന്ന്. കൂണ് പൊരിക്കുമോ പിന്നെയാണ് ഒന്ന് ആലോചിച്ചത്. എന്നാൽ പിന്നെ ഇത്തിരി കൂടി വെള്ളം കൂടി വെച്ച് വേവിക്കാമെന്നൊക്കെ വിചാരിച്ച് മനസ്സിലങ്ങനെ വിചാരിച്ച് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് കൂണൊക്കെ ഒന്ന് കുഴച്ചെടുത്ത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് നിന്നിട്ടോ. അതിന് ശേഷമാണ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി നിന്നത്. എന്നിട്ട് ചട്ടി എടുത്ത് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് കൂണൊക്കെ ഇട്ട് ഈ കൂണ് ഇത്തിരി വേവുള്ള കൂണാന്ന് തോന്നുന്നുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ച് കൂണിന്ന് വെള്ളം ഇറങ്ങി വരുമായിരിക്കുന്നു. പിന്നെ വിചാരിച്ച് ഇത്തിരി വെള്ളം വെച്ച് വേവിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒരു 15 മിനിറ്റ് 15 മിനിറ്റിൻ്റെ അടുത്ത് സിമ്മിലിട്ട് കണ്ട് വേവിച്ചിട്ടോ. അപ്പോഴേക്കും പോയിട്ട് ആവി പിടിച്ചാലോ വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരം ആവിയൊക്കെ പിടിച്ച് വന്ന് അപ്പോൾ ദാ കറിയൊക്കെ അത്യാവശ്യം വറ്റിയിട്ടുണ്ട്. പക്ഷേ എന്തിൻ്റെ ഒരു കുറവില്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് കറിവേപ്പിൻ്റെലും കൂടി ഇടാം. അങ്ങനെ കറിവേപ്പിൻ്റെലും ഇട്ടു. ഇത് മതി, ഇത്രയേ ഉള്ളൂ. നമ്മുടെ കറി ഇവിടെ റെഡിയായി. സത്യം പറഞ്ഞു ഗൈസ്, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം വേണ്ടവർക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ശരി.